മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നും രണ്ടും വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ ബട്ടണിൽ വീഡിയോ വരുന്നതായിരിക്കും. 16ാമത്തെ BNS വകുപ്പ് കോടതി വിധി അല്ലെങ്കിൽ ഉത്തരവിന് അനുസരിച്ചിട്ടുള്ള പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ, കോടതി വിധിക്ക് അനുസൃതമായ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അത് കുറ്റമായാൽ പോലും അതിൽ നമ്മൾ സംരക്ഷിക്കപ്പെടും എന്നുള്ളതാണ് BNS വകുപ്പ് 16 പറയുന്നത്. 17ാമത്തെ BNS വകുപ്പിൽ പറയുന്നത്, ന്യായീകരിക്കപ്പെട്ട ഒരു വ്യക്തി ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ സ്വയം വിശ്വസിക്കുന്ന ന്യായീകരിക്കപ്പെട്ട ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നിയമപ്രകാരം അത് തെറ്റായി സംഭവിക്കില്ല. ഉദാഹരണം, രാകേഷ് മറ്റൊരാളെ ക്രൂരമായി മർദ്ദിക്കുകയാണെന്ന് വിജയ് വിശ്വസിച്ചു. അവനെ ബലമായി തടഞ്ഞു. ഇവിടെ വിജയ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. മാത്രമല്ല, രാകേഷ് സ്വയം പ്രതിരോധത്തിലാണ് പ്രവർത്തിച്ചതെങ്കിലും സംരക്ഷിക്കപ്പെടുന്നു. 18ാമത്തെ BNS വകുപ്പ് നിയമാനുസൃതമായി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടം. ഒരു ഉദാഹരണം പറയാം. ഒരു ഹാച്ചറ്റ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉദാഹരണം നോക്കാം. വിജയ് ശ്രദ്ധയോടെ വേഗപരിധിക്കുള്ളിലും വാഹനം ഓടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തൻ്റെ കാറിന് മുന്നിലേക്ക് നീങ്ങിയ കാൽനട യാത്രക്കാരൻ അബദ്ധത്തിൽ ഇടിക്കുന്നു. ഇവിടെ വിജയ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല, കാരണം ട്രാഫിക് നിയമങ്ങൾ പാലിച്ചാണ് അദ്ദേഹം ഓടിച്ചിരുന്നത്. അപ്പോൾ പ്രവൃത്തിയിൽ അദ്ദേഹം കുറ്റക്കാരനാക്കാൻ പറ്റില്ല. BNS 19 ദോഷം വരുത്താൻ സാധ്യതയുള്ള നിയമം, എന്നാൽ ക്രിമിനൽ ഉദ്ദേശം കൂടാതെ മറ്റ് ദോഷങ്ങൾ തടയാൻ വേണ്ടിയിട്ടുള്ളത്. ഉത്തമ ഉദാഹരണം പറയാം. ഒരാൾ ജിതിൻ അയൽവാസിയുടെ വീട് തീ പിടിച്ചപ്പോൾ വീട് തകർത്ത് അകത്ത് കുടുങ്ങിയ നായയെ രക്ഷിക്കാൻ സഹായിച്ചു. ഇവിടെ വിജയ് വാതിൽ ഇടിച്ച് തകർക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അതിക്രമിച്ച് കടന്നു കയറി. അതൊന്നും വിജയല്ല, ജിതിൻ എന്ന് പറയുന്ന ആളിനെ ബാധിക്കുന്നതല്ല. ഇനിയുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം, എങ്കിലും ഞാൻ പറയാം. സെക്ഷൻ 20 നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. IPCയിൽ 7 വയസ്സിൽ താഴെയുള്ള കുട്ടിയുടെ നിയമത്തെക്കുറിച്ചും, സെക്ഷൻ 21 7നും 12നും വയസ്സിനിടയിലുള്ള കുട്ടിയെക്കുറിച്ച് പറയുന്നു. 22 മാനസികമായിട്ട് പ്രശ്നമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നു. ഓക്കെ. പിന്നെ മറ്റൊരാളുടെ കാരണമില്ലാതെ ലഹരിക്ക് അടിമപ്പെട്ട് നിർബന്ധിതമായി ലഹരി ഉപയോഗിപ്പിച്ച് ചെയ്യുന്ന പ്രവൃത്തിയെ 23 പറയുന്നു. 24ലും അത് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പഠിക്കാം.